ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നതോടൊപ്പം സൂര്യനെ പരിക്രമണം ചെയ്യുന്നതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഭൂമിയുടെ പരിക്രമണ ചലനം മൂലം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്ന പാതയാണ് കാന്തിവൃത്തം അഥവാ എക്ലിപ്റ്റിക് ലൈൻ. അപ്പോൾ സ്റ്റെല്ലറിയം സോഫ്റ്റിലൂടെ നമുക്ക് കാന്തിവൃത്തം നിരീക്ഷിച്ചാലോ? അപ്പോൾ കാന്തിവൃത്തം എങ്ങനെ നിരീക്ഷിക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം സ്റ്റെല്ലറിയം സോഫ്റ്റ്വെയർ തുറക്കുക. ഇനി കാന്തിവൃത്തം നിരീക്ഷിക്കാനായി ടൂൾ ബാറിലെ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻ വിൻഡോ തുറക്കുക. തുറന്നു വന്ന വ്യൂ വിൻഡോയിലെ മാർക്കിംഗ് ടാബ് സെലക്ട് ചെയ്തതിനു ശേഷം എക്ലിപ്റ്റിക് ഓഫ് ഡേറ്റ് ടിക്ക് മാർക്ക് ഇടുക. ഇനി ഈ കാന്തിവൃത്തം ദൃശ്യമാകാൻ വേണ്ടി ഒന്നുകിൽ പേജ് അപ്പ് ഒരു പേജ് ഡൗൺ കീകളോ അതുമല്ലെങ്കിൽ മൗസിൻ്റെ സ്ക്രോൾ ബട്ടണോ ഉപയോഗിച്ച് നമുക്ക് കാന്തിവൃത്തത്തെ ദർശിക്കാം. നമ്മുടെ ദൃശ്യപരിധിയിലില്ലാത്ത എക്ലിപ്റ്റിക് ലൈനിനെ ദൃശ്യമാക്കുവാൻ വേണ്ടി സ്റ്റാറ്റസ് ടൂൾ ബാറിലെ ഗ്രൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് കൂടുതൽ വ്യക്തമായി കാണുവാൻ വേണ്ടി സ്റ്റാറ്റസ് ബാറിലെ അറ്റ്മോസ്ഫിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാ കാന്തിവൃത്തം നമ്മുടെ സ്ക്രീനിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഈ കാന്തിവൃത്തത്തിലെ നക്ഷത്രഗണങ്ങളെ നമുക്ക് നിരീക്ഷിച്ചാലോ? അതിനായി സ്റ്റാറ്റസ് ബാറിലെ കോൺസ്റ്റലേഷൻ ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇതാ നക്ഷത്രഗണങ്ങളുടെ സാങ്കല്പികമായ ലൈനുകൾ പ്രത്യക്ഷമായിരിക്കുന്നു. ഇനി ഇവയുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ബാറിലെ കോൺസ്റ്റലേഷൻ ലേബൽ ക്ലിക്ക് ചെയ്യുക. ഇവയുടെ സാങ്കല്പിക രൂപങ്ങൾ ദൃശ്യമാകണമെങ്കിൽ കോൺസ്റ്റലേഷൻ ആർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ നക്ഷത്രക്കൂട്ടങ്ങളുടെ മലയാളത്തിലുള്ള പേര് കണ്ടെത്താൻ നാം എന്തു ചെയ്യണം? അതിനായി ടൂൾ ബാറിലെ കോൺഫിഗറേഷൻ വിൻഡോ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വന്ന വിൻഡോയിലെ മെയിൻ ടാബിലെ സ്കൈ കൾച്ചർ ലാംഗ്വേജിൽ ഈ കാണുന്ന ത്രികോണാകൃതിയിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് അത് സ്ക്രോൾ ചെയ്ത് മലയാളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ നക്ഷത്രഗണങ്ങളുടെ മലയാളത്തിലുള്ള പേരുകൾ ദൃശ്യമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ രാശിചക്രത്തെ 30 വീതമുള്ള 12 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചാൽ ഓരോ ഭാഗത്തുമുള്ള നക്ഷത്രരാശിയുടെ രൂപത്തിനനുസരിച്ച് അതിന് ഓരോ പേര് നൽകി. അതിനർത്ഥം ഏത് നക്ഷത്രഗണങ്ങളുടെ കൂടെയാണോ സൂര്യൻ നിൽക്കുന്നത് അതാണ് ഓരോ മലയാള മാസമായി അറിയപ്പെടുന്നത്.